10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര സാമൂഹികക്ഷേമ മന്ത്രി തൻവർ ചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ അവതരിപ്പിച്ചത്. സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കെ ബിൽ കൊണ്ടുവന്നത് പാർലമെന്റിനെ സമ്മർദ്ദത്തിലാക്കാനാണെന്നും ബിൽ ജെപിസിക്ക് വിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബില്ലിന്മേൽ വിശദമായ പഠനം ആവശ്യമെന്ന് സിപിഐഎമ്മും ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണോ? പ്രതിപക്ഷ പാർട്ടികൾ ഏത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ജോർജറ്റ്, ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബില്ല് അവതരിപ്പിച്ച സമയത്തെ സംബന്ധിച്ച് ആണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ശിവസേനയും പ്രധാനമായുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള 124 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്റെ സങ്കല്പത്തെ എതിർക്കുന്നില്ല എങ്കിലും ബില്ല് ജെപിസിക്ക് വിടണമെന്നായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്. ബില്ല് കേന്ദ്ര സർക്കാർ തിടുക്കത്തിലാണ് കൊണ്ടുവന്നത്. കൃത്യമായ ഗൃഹപാഠം ചെയ്യാതെയുള്ള ബില്ല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളത് ആണ്. 3 മാസം കൂടി കാലാവധിയുള്ള സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ അതിനാൽ തന്നെ സംശയമുണ്ട് എന്നുമാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. ബില്ലിന്മേൽ നിയമപ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. സംവരണത്തിനായി നിർദ്ദേശിക്കപ്പെട്ട മാനദണ്ഡങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എന്നും കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച KV തോമസ് MP ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ ഇത്തരത്തിൽ പാർലമെന്റിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ ബില്ല് അവതരണത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്നും ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നും KV തോമസ് MP ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SC, ST, OBC വിഭാഗങ്ങൾക്ക് സംവരണം നൽകാതെ ഈ ഇവിടങ്ങളിൽ സാമ്പത്തിക സംവരണം എങ്ങനെ നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് ചോദിക്കുകയുണ്ടായി. ഇതേവരെ തൊഴിൽ സൃഷ്ടിക്കാതെ ഇനി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് ബില്ല് കൊണ്ടുവരുന്നതിനെയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇതിനെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ബില്ല് വിശാലമായ പഠനത്തിന് ശേഷം മാത്രമേ പാർലമെന്റിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് CPIM നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പറഞ്ഞ അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയത് എല്ലാവർക്കും തുല്യമായ അവസരം നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ബില്ല് എന്നുള്ളതായിരുന്നു. ഏതായാലും ധൃതി പിടിച്ചു കൊണ്ടുവന്ന ഈ ഒരു ബില്ല്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും ശിവസേനയും ലോക്സഭയിൽ എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലിന്മേൽ ഇപ്പോൾ BJD പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. സാമ്പത്തിക സംവരണ ബിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. സാമ്പത്തിക സംവരണ ബില്ലിൽ നിലപാട് വ്യക്തമാക്കി CPIM. സാമ്പത്തിക സംവരണത്തിനുള്ള ഇപ്പോഴത്തെ ബിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം മാത്രം. വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലെ മോദി സർക്കാരിന്റെ പരാജയമാണ് ബില്ലിലൂടെ വെളിവായതെന്നും PB പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവരാനുള്ള നീക്കം. തിടുക്കത്തിലാണ് ഇതിനായി ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. Now all this hurry that is being done, clearly this is an electoral ploy. This consultations are also required because what they have now brought, they given criteria of who will be considered as economically deprived people. Now that is full of contradictions. മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ ആനുകൂല്യത്തിനായി വരുമാന പരിധി 8 ലക്ഷം രൂപ നിശ്ചയിച്ചത് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ അർഹരായവർക്ക് തന്നെ സംവരണം ലഭിക്കുമോ എന്ന സംശയം ഉണ്ടാക്കുന്നതാണെന്നും PB വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് 18,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കാത്ത സർക്കാരാണ് സാമ്പത്തിക സംവരണം മുന്നോട്ട് വയ്ക്കുന്നത്. തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലെ മോദി സർക്കാരിന്റെ പരാജയമാണ് ബില്ലിലൂടെ വെളിവായത് എന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ തർക്കഭൂമി കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് ജനുവരി 10-ന് വാദം കേൾക്കൽ ആരംഭിക്കും. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന ആവശ്യം മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ജനുവരി 10-ന് ഭരണഘടനാ ബെഞ്ച് അയോധ്യ കേസ് പരിഗണിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ SI ബോബ്ഡെ, NV രമണ, UU ലളിത്, DY ചന്ദ്രചൂഡ് എന്നിവരാണുള്ളത്. അയോധ്യ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാരെ, ലാംലല്ല വിരാജ്മാൻ തുടങ്ങിയ കക്ഷികൾക്ക് വിഭജിച്ചു കൊടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ 2010-ലെ ഉത്തരവിന് എതിരായി 14 ഹർജികളാണ് കോടതി പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമിയാണ് 3ആയി വിഭജിച്ച് നൽകിയത്. പള്ളി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന ഇസ്മായിൽ ഫറൂഖി കേസിലെ വിധിയുടെ ഭരണഘടനാ സാധുത കൂടി പരിശോധിച്ചു വേണം ബാബറി കേസിൽ വിധി പറയാനെന്ന് നേരത്തെ സുന്നി വഖഫ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.
ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആവശ്യം തള്ളി. തുടർന്ന് 3 അംഗങ്ങളുള്ള പുതിയ ബെഞ്ചായിരിക്കും ബാബറി കേസ് പരിഗണിക്കുകയാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇത് തകിടം മറിച്ചാണ് 5 അംഗ ബെഞ്ച് വാദം കേൾക്കാനുള്ള തീരുമാനം സുപ്രീംകോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 10 രാവിലെ 10:30 ബെഞ്ച് കേസ് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിബിഐ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകി അലോക് വർമ്മ വീണ്ടും സിബിഐ തലപ്പത്തെത്തും. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി സിബിഐ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് സിപിഐഎമ്മും ആവശ്യപ്പെട്ടു. ജൂലൈ മാസം മുതൽ സിബിഐ തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23 അർദ്ധരാത്രി അസാധാരണ നടപടിയിലൂടെ അലോക് വർമ്മയെ മാറ്റി നിർത്തിയ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ 12ാം കോടതി വെച്ചാണ് വിധി പ്രസ്താവം നടത്തിയത്. ജസ്റ്റിസ് KM ജോസഫും ബെഞ്ചിലുണ്ടായിരുന്നു. സിബിഐ ഡയറക്ടറെ മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള 3 അംഗ ഉന്നതതല സമിതിയുടെ അനുമതി വേണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. കുറഞ്ഞത് 2 വർഷമെങ്കിലും സിബിഐ ഡയറക്ടർക്ക് പ്രവർത്തന കാലാവധി നൽകണമെന്ന വിനീത് നാരായൺ കേസിലെ വിധി കോടതിക്ക് തള്ളിക്കളയാനാവില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ മാസം 31 അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ CVC അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ട കോടതി ഈ കാലയളവിൽ അലോക് വർമ്മ നയപരമായ തീരുമാനമെടുക്കരുതെന്ന് വിധിയെഴുതി. Partial victory for Sri Alok Verma in the sense that he has been restored, the order removing him has been quashed, but unfortunately and strangely he has been restrained, from taking major policy decisions. So his full powers have not been restored. M. നാഗേശ്വര റാവുവിനെ താൽക്കാലിക ഡയറക്ടറെ നിയമിച്ച ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമനവും നീക്കം ചെയ്യലും ഉന്നതാധികാര സമിതിയുടെ കീഴിൽ വരുമെന്നും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. അതേസമയം കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി സിബിഐ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. അധികാര ദുർവിനിയോഗം നടത്തിയതിന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ CBI കേസിലെ വിധി പ്രസ്താവം. ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ശരങ്ങാട്ട്. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ദ്വിദിന പണിമുടക്കിന് വൻ ജനപിന്തുണ. 20 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നു. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് പൂർണ്ണമാണ്. വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗ്രാമീണ ബന്ധും നടത്തുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരായ വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ് അർദ്ധരാത്രി ആരംഭിച്ച രാജ്യവ്യാപക പണിമുടക്ക്. 1991 ശേഷമുള്ള 2ാമത്തെ ദ്വിദിന പണിമുടക്കിൽ 20 കോടിയിലേറെ തൊഴിലാളികളാണ് അണിനിരക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി റാലികൾ സംഘടിപ്പിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ദേശീയപാത 16 റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിലെ മുംബൈ നാസിക് ഹൈവേയിലും ഗതാഗത തടസ്സമുണ്ടായി. പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് അനുകൂലികൾക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടു. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ബാങ്കിംഗ് മേഖല എന്നിവിടങ്ങളിൽ പണിമുടക്ക് കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. കേരളം, ബംഗാൾ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണുള്ളത്. ത്രിപുര, ആസാം, മണിപ്പൂർ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിമുടക്ക് വിജയമായി. ഉത്തരേന്ത്യയിലെ പണിമുടക്ക് ഭാഗികമാണെങ്കിലും മുൻവർഷത്തേക്കാൾ തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലസ്ഥാന മേഖലയിൽ 70% വ്യവസായങ്ങളും പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായെന്ന് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടു. മുഴുവൻ LIC ജീവനക്കാരും ഇവിടെ പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണ മേഖലകളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഗ്രാമീണ ബന്ധും പണിമുടക്കിന്റെ സന്ദേശം ഗ്രാമീണ മേഖലയിൽ എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയനുകൾ ആരംഭിച്ച പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണം. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യാതിരുന്നിട്ടും റോഡുകളും കമ്പോളങ്ങളും വിജനമായിരുന്നു. നാളെ രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. തൊഴിലാളികളുടെ 48 മണിക്കൂർ അതിജീവന പോരാട്ടത്തിൽ കേരളം ഒന്നടങ്കം പങ്കാളികളായി. മോദി സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് സമരത്തിൽ എല്ലാ വിഭാഗ തൊഴിലാളികളും പങ്കാളികളാവുന്ന കാഴ്ചയാണ് കേരളത്തിലുണ്ടായത്.
രാവിലെ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്തു. സ്വകാര്യ വാഹനങ്ങൾ ചിലയിടങ്ങളിൽ നിരത്തിൽ ഇറങ്ങിയെങ്കിലും ആരും തടഞ്ഞില്ല. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. എങ്കിലും കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള നിലയ്ക്കൽ പമ്പ സർവീസുകൾ തടസ്സമില്ലാതെ നടന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായതോടെ നിരത്തുകൾ ശുഷ്കമായി. രാവിലെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ ശക്തിപ്രകടനം നടന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ച് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തൊലി ഉരിച്ച് പൊളിച്ചു കാണിക്കുന്ന, തൊഴിലാളികളെ ഈ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജനുവരി 8, 9 തീയതികൾ മാറാൻ പോകുകയാണ്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ ചില കടകൾ തുറന്നു പ്രവർത്തിച്ചു. BJPയുടെ ഹർത്താലിനുണ്ടായതുപോലെ എവിടെയും സംഘർഷമുണ്ടായില്ല എന്നതും സംഘാടക മികവായി. നാളെ രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെതിരായ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ പണിമുടക്കിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബംഗളൂരു നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ 10,000-ങ്ങളാണ് അണിനിരന്നത്. ബാങ്ക്, LIC, HAL, ഭാരത് ഇലക്ട്രോണിക്സ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പ്രകടനത്തിൽ പങ്കെടുത്തു. ഫ്രീഡം പാർക്കിൽ നടന്ന പൊതുസമ്മേളനത്തിൽ CITU കർണാടക പ്രസിഡന്റ് വരലക്ഷ്മി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പൊതുയോഗങ്ങളും പ്രകടനങ്ങളും നടന്നു. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിന് നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നതിന്റെ തെളിവ് എന്താണെന്ന് RSSകാർ അജിതയോട് ചോദിച്ചു. തെളിവായി വസ്ത്രം മാറ്റി കാണിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നായിരുന്നു നിസ്സഹായയായ അജിതയുടെ മറുപടി. രാവിലെ 8:30 മധുര തലക്കുളം സ്വദേശിനിയായിട്ടുള്ള അജിതയെ അമ്മയുമായി അയ്യപ്പ ദർശനത്തിന് എത്തിയപ്പോൾ RSS പ്രവർത്തകർ തടഞ്ഞത്. അവിടെ വെച്ച് താൻ ഈ അജിത RSS പ്രവർത്തകരോട് താൻ മകനാണെന്നും ഈ അമ്മയ്ക്കൊപ്പം എത്തിയതാണെന്നും അറിയിച്ചു. മകനാണെന്നുള്ളതിന് അല്ലെങ്കിൽ പുരുഷനാണെന്നുള്ളതിന് ആമ്പിളെ എന്നാണ് അജിത തമിഴിൽ പറഞ്ഞത്. അതിന് എന്താണ് തെളിവെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ സഹികെട്ട് നിവൃത്തികേടുകൊണ്ട് അജിതയ്ക്ക് പറയേണ്ടി വന്നു തന്റെ വസ്ത്രം അഴിച്ചു കാണിക്കുക മാത്രമേ ഇനി നിവൃത്തിയുള്ളൂ എന്ന്. അമ്മക്ക് 49 വയസ്സായിട്ട് വയസ്സാണ് മൂലൊക്കെയായി. அவங்க மயன் ஆண் பிள்ளை ஆயிட்டு பெண் பிள்ளை அல்ல. ഇനി ആട് കടക്കട ഞാൻ തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണുണ്ട് പ്രൂഫ് കേട്ടില്ലെങ്കിൽ ഞാൻ തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണേ ഐഡിയ എല്ലാം പോലീസ് പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോലീസിന് കൊടുക്കാമോ ഒന്നും കൊടുക്കുമ്പോൾ ഞാൻ വരല്ല. എല്ലാം റൂൾസ് പടി സാരിയിലെ വന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പൊ സാരിയെ മാറ്റുന്നുണ്ട്. അയ്യപ്പൂടെ സേവകന് വേണ്ടി സാരിയെ മാറ്റുന്നുണ്ട് നോക്കാറുണ്ട്. പോലീസ് എത്തിയാണ് അജിതയെ സംരക്ഷിച്ചുകൊണ്ട് തിരിച്ച് പമ്പ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും. തുടർന്ന് അജിതയുടെ കമ്മൽ ഊരി മാറ്റേണ്ടി വന്നു. സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷ സംവിധാനങ്ങൾ മാറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് അജിതയ്ക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിഞ്ഞത്. ആ സമയം പോലീസിന്റെ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അജിതയ്ക്ക് നേരെ കയ്യേറ്റവും ഉണ്ടായേനെ. എന്തായാലും പോലീസ് അജിതയ്ക്ക് ലൈംഗിക അധിക്ഷേപം ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയതിന്റെ വിവരങ്ങൾ പുറത്ത്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള 2 മലേഷ്യൻ സ്ത്രീകളാണ് മല ചവിട്ടിയത്. കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ അതേ ദിവസം പകലാണ് ഇരുവരും മല കയറിയത്. ഭക്തരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതിഷേധവും ഇവർക്കെതിരെ ഉണ്ടായില്ല. യുവതികൾ ശബരിമലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭ്യമായി. കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ അന്ന് തന്നെ ഇവരും മല ചവിട്ടി. യുവതികൾ അയ്യപ്പ ദർശനം നടത്തിയതാകട്ടെ പകൽ വെളിച്ചത്തിൽ. മരക്കൂട്ടത്ത് മല ചവിട്ടുന്നതിന്റെയും പമ്പയിൽ എത്തുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. യഥാർത്ഥ ഭക്തർ ഇവരെ തടഞ്ഞില്ല. പകരം ദർശനത്തിന് വഴിയൊരുക്കി. ഒരാൾക്ക് 30ഉം മറ്റൊരാൾക്ക് 40ഉമാണ് പ്രായം എന്നാണ് സൂചന. ഈ കഴിഞ്ഞ 2-ാം തീയതി മലേഷ്യൻ യുവതികൾ ദർശനം നടത്തിയത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രായമോ മറ്റു വിവരങ്ങളോ ശേഖരിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലാത്തതിനാൽ അത് പരിശോധിച്ചിട്ടില്ല എന്ന് പമ്പ സ്പെഷ്യൽ ഓഫീസർ കൂടിയായിട്ടുള്ള DIG കോറി സഞ്ജയ് ഗുരുഡ് പീപ്പിൾ TVയോട് പറഞ്ഞു. പമ്പയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS, BJP, ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഇതിനിടെ യുവതികളുടെ സന്ദർശനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. അതേസമയം വനിതീ സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. യുവതികൾ ശബരിമലയിൽ ആരാധന നടത്തിയതിനെതിരെ സംഘടിപ്പിച്ച ഹർത്താലിലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ RSS, BJP കർമ്മസമിതി നേതാക്കൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയ ഹർജിയിലെ എതിർകക്ഷികൾക്കാണ് നോട്ടീസിന് ഉത്തരവിട്ടത്. നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം നേരിട്ടോ അല്ലാതെയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയാൽ നേതാക്കൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നും വിധിയിൽ പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഇരുവരും വിശ്വാസികളാണോ എന്ന് കോടതി ആരാഞ്ഞു. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം വനിതീ സംഘത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വനിതീ സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണ്. കോടതിയോട് അനാദരവ് കാണിച്ചിട്ടില്ല. വനിതീ സംഘം കേരളത്തിൽ പ്രവേശിച്ചപ്പോൾ പലയിടത്തും ആക്രമണം നേരിട്ടു. പോലീസ് ഇടപെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പൗരന്റെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാ ബാധ്യത സർക്കാരിനുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് KSRTCയിൽ അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ സുരക്ഷ അപകടത്തിലാകുമായിരുന്നു. നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾ പാടില്ലെന്നൊരു ഉത്തരവില്ലെന്നും AG വ്യക്തമാക്കി. എന്നാൽ അങ്ങനൊരു ഉത്തരവുണ്ടെന്ന് ആവർത്തിച്ച കോടതി സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന് കന്യാസ്ത്രീക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. മാനന്തവാടിയിലെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ആണ് മദർ ജനറൽ നോട്ടീസ് നൽകിയത്. നാളെ കൊച്ചിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കാരണം കാണിക്കൽ നോട്ടീസ് അംഗീകരിക്കുന്നില്ലെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര വ്യക്തമാക്കി. ന്യായത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് കൊച്ചിയിൽ നടത്തിയത്. ഫ്രാങ്കോയും റോബിനും നടത്തിയ തെറ്റുകൾ സഭയ്ക്കെതിരാണെന്ന് വിശ്വസിക്കുന്നതായും ലൂസി കളപ്പുര പറഞ്ഞു. വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും വർഷം എൻ്റെ സന്യാസം ജീവിച്ചത് ഇവിടെയാണ്. അങ്ങനെ അവർ ഈ ആരോപിക്കുന്നതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. എനിക്ക് ജീവിക്കണമല്ലോ, എനിക്ക് സന്യാസിനിയായിട്ട് തന്നെ ജീവിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. തെറ്റിന് ഒരിക്കൽ എന്ത് ഭീഷണി വന്നാലും തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. തെറ്റ് തന്നെ, അത് ആര് ചെയ്താലും, ഏത് മെത്രാൻ ചെയ്താലും ഏത് മാർപ്പാപ്പ ചെയ്താലും തെറ്റ് തന്നെയാണ്. തിരുവസ്ത്രത്തിനുള്ളിൽ ഞങ്ങൾ 7000 സിസ്റ്റേഴ്സ് ഉണ്ട് FCC.